ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ നൈറ്റ് ഫുഡ് എന്താണെന്ന് വെച്ചാൽ നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ്. ഇതൊരു വയനാടൻ സ്റ്റൈലാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നറിയാം. കുറച്ച് ചിക്കനൊക്കെ ചേർത്ത് അടിപൊളി, ഒന്നും പറയാനില്ല. പിന്നെ ഇത് നമ്മൾ തന്നെ വെച്ചേക്കുന്നുണ്ട്, ഇതിനകത്ത് ഓയിലോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹെൽത്തി പരമായിട്ട് മറ്റ് ഇഷ്യൂകളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. നമുക്കിതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ പച്ചടി ഉണ്ട് കേട്ടോ, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാ, അത് അതിനേക്കാളും അടിപൊളി. നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ, കുക്കറിൽ. അതിനുവേണ്ടി നമ്മളൊരു 4 സവാള, 2 തക്കാളി, കറിവേപ്പില, മല്ലിയില, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, 4 പച്ചമുളക്, ഒരു ഉരുളക്കിഴങ്ങ്, ഇത്രയും എടുക്കുന്നുള്ളേ. അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാവേ. വൃത്തിയാക്കി വെച്ചേക്കുന്ന 1 കിലോ ചിക്കൻ കേട്ടോ, ചിക്കൻ കുക്കറിലോട്ട് ഇടുക. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ സവാള ഇടുകയാണ്. തക്കാളി ഇടുകയാണ്, തക്കാളി, പച്ചമുളക്, കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3-4 ചെറിയ ഉള്ളി. അതിലേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നത് അതുകൂടെ ഇട്ടേക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില, ഒരു 2 ഇതള് കറിവേപ്പിലയും കൂടി ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി പൊടി കേട്ടോ, എരിവില്ല, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് ചിക്കൻ മസാല, 2-3 ഉലുവ ചേർക്കുന്നതല്ല കേട്ടോ, ആവശ്യത്തിന് ഉപ്പ് ഇട്ടോ, കുറച്ച് നെയ്യ് കേട്ടോ. അപ്പം നമുക്കിനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നമ്മൾ മിക്സ് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടത് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമുക്കൊരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓൾറെഡി ചിക്കൻ്റെ അത് വെള്ളമുണ്ട്, എന്നാൽ നമ്മൾ ശകലം ഒഴിക്കാവേ. നമുക്കിതൊരു 4 വിസിലടിച്ചാൽ ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ഒരു 4 വിസിൽ വേണമല്ലോ വേവാൻ. ആ സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെക്കാവേ. അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റും, ബീൻസ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് ജീരകം, കറുവപ്പട്ട, കുരുമുളക്, പിന്നെ നമ്മുടെ സ്വന്തം നെയ്യ്, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതെല്ലാം ചൂടാക്കി എടുക്കാൻ പോവാണ്. കറുവപ്പട്ടയും ഗ്രാമ്പും എല്ലാം കൂടി ഇട്ടൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും ബീൻസും ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാവേ. അതിലേക്ക് നമ്മുടെ കരി വെച്ചേക്കുന്ന അരി ഉണ്ടല്ലോ, അരി ഒന്ന് ചൂടാക്കി എടുക്കാവേ. നമ്മുടെ അരി നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 8 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളം. നമ്മൾ ജീരകശാല അരിയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് അടച്ചു വെച്ചൊരു 15-20 മിനിറ്റ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡിയായി. നമ്മുടെ ചിക്കൻ അങ്ങനെ അടിപൊളിയായിട്ട് വെന്തിരിക്കുവാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അതുകൂടെ ചേർക്കുവാണേ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.